വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികളെ ഒന്നാകെ ഞെട്ടിച്ച വിയോഗമായിരുന്നു നടി KPSC ലളിതയെടുത്ത്. അഭിനയ വിസ്മയം എന്ന വിശേഷണത്തിന് ലളിതയോളം വലിയ ഉദാഹരണങ്ങളൊന്നുമില്ല. KPSC ലളിത എന്ന പേര് കേട്ടാൽ മനസ്സിലെത്തുന്നത് ചുവന്ന പൊട്ടും ചന്ദനക്കുറിയും ഇട്ട് ചിരിച്ച് സന്തോഷവതിയായിരിക്കുന്ന രൂപമാണ്. ആ ചിത്രം മനസ്സിൽ പതിഞ്ഞ ഒരു മലയാളിക്കും പ്രേക്ഷകരുടെ സ്വന്തം ലളിതാമ്മ ഈ ലോകത്തിലെന്ന് വിശ്വസിക്കാനാകില്ല. പ്രായത്തിൽ കവിഞ്ഞ കഥാപാത്രങ്ങളെ പോലും പക്വതയോടെ അഭിനയിക്കാൻ കഴിയുന്ന ചുരുക്കം ചില അഭിനേത്രികളിൽ ഒരാൾ കൂടിയാണ് KPSC ലളിത. ഇപ്പോഴിതാ KPSC ലളിതയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച് എത്തിയിരിക്കുകയാണ് സംവിധായകൻ കമലും നടി മഞ്ജു പിള്ളൈ. രമേശ് പിഷാരടി അവതാരകനായി എത്തുന്ന ടെലിവിഷൻ പരിപാടിയിലൂടെയാണ് നടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചത്. ആ പരിപാടിയിൽ ഇരുവർക്കൊപ്പം KPSC ലളിതയുടെ മകനായ സിദ്ധാർത്ഥ് ഭരതനും പങ്കെടുത്തിരുന്നു. KPSC ലളിതയെ ഒരു കഥാപാത്രത്തിലേക്ക് തീരുമാനിച്ചാൽ അവരുടേതായ നിരീക്ഷണങ്ങളിലൂടെ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് കമൽ പറയുന്നത്. പരിചയപ്പെടുന്ന ആർക്കും അവരെക്കുറിച്ചുള്ള ഒരു അനുഭവം പറയാനുണ്ടാകും. ആ കാലഘട്ടത്തിൽ ചേച്ചിക്ക് വേണ്ടി മാത്രം ഒരുക്കുന്ന കഥാപാത്രങ്ങളുണ്ടായിരുന്നു. KPSC ലളിത തന്നെ ഈ റോൾ ചെയ്യണമെന്ന് പറയുന്നവരുമുണ്ടായിരുന്നു. ഒരു കഥാപാത്രം മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് KPSC ലളിത അവതരിപ്പിച്ചാലേ നന്നാവുകയുള്ളൂ എന്ന് പറഞ്ഞ് സംവിധായകൻ കഥാപാത്രത്തിന്റെ മോൾഡ് ചെയ്യുമെന്നും കമൽ പറയുന്നു. മാത്രമല്ല, ശുഭയാത്ര എന്ന സിനിമയിൽ അവിടെയുള്ള മലയാളികളെയും കൂട്ടിയാണ് ചെയ്തത്. ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളെയും കൊണ്ടാണ് മുംബൈയിലേക്ക് അന്ന് പോയതെന്നും കമൽ പറയുന്നു. ഇതിന് പിന്നാലെ ആ സിനിമയെക്കുറിച്ച് തനിക്കുള്ള ഓർമ്മയെക്കുറിച്ച് സിദ്ധാർത്ഥ് ഭരതനും പറഞ്ഞിരുന്നു. അന്ന് മുംബൈയിലെ സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു BMXൽ മഞ്ഞ സൈക്കിളും വാങ്ങിക്കൊണ്ടാണ് അമ്മ വന്നത്. ആദ്യത്തെ BMX സ്റ്റണ്ട് സൈക്കിളാണിത്. അത് മുംബൈയിൽ നിന്നും വരുന്നത്. അതിനുശേഷം അമ്മ എപ്പോഴാണ് അവിടേക്ക് വീണ്ടും ഷൂട്ടിന് പോകുന്നതെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. കാരണം അവിടെ പോയി തിരികെ വരുമ്പോൾ വേറെയും സാധനങ്ങൾ കൊണ്ടുവരുമല്ലോ എന്നാണ് താൻ ചിന്തിച്ചിരുന്നതെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു. എന്നാൽ ഇതിന് പിന്നിലെ തനിക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായെന്ന് നടി മഞ്ജു പിള്ളയും പറഞ്ഞു. ലളിതാമ്മ എവിടെ പോയിട്ട് തിരികെ വന്നാലും അമ്മയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവരും. ഞാനുമായി അടുപ്പത്തിലായതിനു ശേഷം എവിടെ പോയാലും മകൾ ശ്രീകുട്ടിക്ക് വാങ്ങിക്കൊടുക്കുന്നതിനൊപ്പം എനിക്കും വാങ്ങിക്കും. അത് പ്രത്യേകമായൊരു ഓർമ്മയാണെന്ന് മഞ്ജു പറയുന്നു. അതിന് തമാശ രൂപേണ ആ ചതി ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, ഇത്രയും വർഷമായിട്ട് അത് അറിഞ്ഞില്ലല്ലോ എന്നാണ് സിദ്ധാർത്ഥ് പറഞ്ഞത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 2022 ഫെബ്രുവരി 22-നായിരുന്നു നടി KPSC ലളിത ഈ ലോകത്തോട് വിട പറഞ്ഞത്. തോപ്പിൽ ഭാസിയുടെ കൂട്ടുകുടുംബം എന്ന നാടകം 1969-ൽ KS സേതുമാധവൻ സിനിമയാക്കിയപ്പോൾ അതിലൂടെയായിരുന്നു ലളിത സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.